എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ ഒരു ഹായ് വിടണേ. പരാതി നൽകിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണനായിരുന്നുവെങ്കിൽ ആരുമില്ലേ ഓൺലൈനിൽ? അപ്പോൾ ഇന്നത്തെ നമുക്ക് വിഷയം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനു ആരാണ്, മനു തോമസ് ആരാണ് അല്ലെ? ഡിവൈഎഫ്ഐക്കാരൻ, പഴയ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ കുറച്ച് മുന്നേയുള്ള. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് രണ്ട് വാക്ക് പറയേണ്ടത്. സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘത്തിനെതിരെയും പറഞ്ഞതുകൊണ്ട് ചങ്ങായിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ നിങ്ങളത് വാർത്ത കണ്ടിനോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തു തന്നെ ആയാലും അങ്ങനെ ഒരു നല്ല അടിപൊളിയായിട്ട് തുറന്നെഴുത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരാതിക്കാരനെ പുറത്താക്കി ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക പാർട്ടിയാണല്ലോ ഈ CPM എന്ന് പറയുമ്പോൾ. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരെ അന്വേഷണ ചുമതല ഏൽപ്പിക്കും. അതിൽ നിങ്ങൾ സമാധാനിച്ചോളുക എന്നാണ് പറയാറുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനോവ വരുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം അല്ലേ? അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു തോമസ്, ഡിവൈഎഫ്ഐക്കാരനായ മനു തോമസ്. അപ്പോൾ അദ്ദേഹം ഒരു ഏറ്റുപറച്ചിലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിനോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം CPM എന്ന പാർട്ടിയുടെ കഥകൾ, അതായത് അവരുടെ കാര്യങ്ങൾ, ജനങ്ങളോടുള്ള വെറുപ്പ്, ഇതൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് അത് കേട്ടു നോക്കാം. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തനിക്കെതിരെ മനു തോമസ് നടത്തിയ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത CPIM കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ചില പാർട്ടി നേതാക്കളുടെ മക്കളാണെന്നും ഇതിന് പാർട്ടി പിന്തുണ നൽകുകയാണെന്നും മനു തോമസ് റിപ്പോർട്ടറിലൂടെ തുറന്നടിച്ചു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വ്യക്തമാക്കി. CPIM നേതൃത്വത്തിനെതിരെ മനു തോമസ് വീണ്ടും ഉയർത്തുന്നത് ഗുരുതര വെളിപ്പെടുത്തലുകൾ. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടി നേതൃത്വം പിന്തുണ നൽകി. ഈ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ചില ഉന്നത നേതാക്കളുടെ മക്കളാണെന്നും മനു തോമസ് തുറന്നടിച്ചു. ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ ഇതിനെല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ലേ, അവരൊക്കെയാണ് ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷി. പാർട്ടി നയങ്ങൾക്ക് മേലെ ഈ പറഞ്ഞ ഒരു വലിയ ഒരു ലെയറിനെ നയം പഠിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നുണ്ട് ഇപ്പോഴും. സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ പരാതി നൽകിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണനായിരുന്നുവെങ്കിൽ കുറെ കൂടി ഗൗരവത്തിൽ പരാതി പരിഗണിക്കുമായിരുന്നുവെന്നും മനു തോമസ്. ഞാൻ കോടിയേരിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി, കോടിയേരിക്ക് പക്ഷെ കോടിയേരി അന്നപ്പം ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ കത്ത് കൊടുക്കുന്നതിന്റെ പിറ്റേ ആഴ്ച അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിശബ്ദനായിരിക്കാനാണ് തീരുമാനം. ജീവനിൽ ഭയമില്ലെന്നും മനു തോമസ് റിപ്പോർട്ടർ കോഫി വിത്ത് അരുണിൽ. നിശബ്ദനായിരിക്കുക, അതാണ് ചങ്ങായിയുടെ തീരുമാനം. എന്തായാലും മനു തോമസിനോട് എനിക്ക് പറയാനുള്ളത്, മനു തോമസ് എന്തായാലും നിങ്ങൾ അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അല്ലെ? ഇനി എന്തായാലും നിങ്ങൾക്ക് ഒന്നിക്കൽ നാളെ TP ചന്ദ്രശേഖരനെ പോലെയോ അല്ലെങ്കിൽ ഈ അച്യുതാനന്ദൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാവാം. ഒരു ഇനോവ വരാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. അത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിനിടയിൽ ഒരുപാട് കമന്റുകൾ വന്നു. നമുക്ക് കമന്റുകൾ കാണാം. അത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ലൈവ് ചെയ്യാൻ തന്നെ കാരണം. ഇനിയൊരു പക്ഷേ ചങ്ങായിയെ പീഡനക്കേസിൽ കൊടുക്കുമായിരിക്കും. എന്തായാലും നമുക്ക് കാണാം അല്ലേ?
CPM-നെതിരെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരാ ഒന്നിക്കല് വെട്ടിക്കൊലപ്പെടുത്തും, അല്ലെങ്കിൽ വീടാക്രമണം ഉണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ലോക്കൽസും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആണല്ലോ. അതായത് DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മനു തോമസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞു. 2 ദിവസം മുന്നേ നിങ്ങൾക്ക് വാർത്തയിലൊക്കെ ഉടനീളം ഭയങ്കര വലിയൊരു വാർത്തയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അന്ന് വിചാരിച്ചത് വല്ല പെണ്ണ് കേസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നായിരിക്കും. പക്ഷെ അത് CPM-കാർ തന്നെ പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്നുള്ളത്. ഇന്ന് P ജയരാജന്റെ ഒരു പോസ്റ്റ് കണ്ടു. ഇനിയിപ്പം തീവ്രത കൂടിയതായിരിക്കും, ഇനി തീവ്രത കുറഞ്ഞായിരിക്കും, ചിലപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനി മനുവിന്റെ തലയിൽ കെട്ടിവെക്കും. അത് സ്വാഭാവികം. നിങ്ങളെ പാർട്ടിക്ക് ചുക്കും അറിയില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരിക്കും മനുവിനോട് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഇതിൻ്റെ അകത്ത് തന്നെ അടിയിൽ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പാർട്ടി നടപടി ഉറപ്പായതിനാൽ 2023 മുതൽ മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. 1 വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പാർട്ടി അംഗത്വത്തിൽ നിന്നും ഇല്ലാത്ത ഒരാളെ എങ്ങനെ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കും എന്നൊക്കെ ചോദിച്ചിട്ടൊരു പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടിട്ടുണ്ട്. പുറത്താക്കിയെന്നത് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലാണ് തോന്നുന്നു പറഞ്ഞത്. എന്തു തന്നെയായാലും മനു തോമസിന്റെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഫേക്ക് ID, ചിലപ്പോൾ ഫേക്ക് ID വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നുണ്ടാകുക. അതൊക്കെ എന്തായാലും നമുക്ക് നോക്കാല്ലേ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ ആൾക്കാർ പ്രസ്താവന, ഇന്ന് P ജയരാജന്റെ പ്രസ്താവന കണ്ടു, അതുപോലെ തന്നെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിന്റെ പ്രസ്താവന ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രസ്താവനയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് നിങ്ങൾ വർഗീയതാന്നൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നടന്നൊരു കാര്യം ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ നടന്നൊരു കാര്യം എന്റെ ചാനൽ വഴി ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ നടന്നതിനെ പറ്റിയിട്ട് ചാനൽ ചർച്ചയോ മാമാ ചാനലുകളോ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു സമയം മാത്രം ഇത് പറഞ്ഞിട്ടുണ്ടാവും. 2ാമത്തെ ദിവസം മുതലേ കാര്യങ്ങളൊന്നും തന്നെ വലിയ രീതിയിലൊന്നും പോകുന്നില്ല. ഇന്നത്തെ ഞാനൊരു പോസ്റ്റ് കണ്ടു. അതായത് P ജയരാജന്റെ ഒരു പോസ്റ്റ്. അദ്ദേഹം ഇങ്ങനെ എന്താ പറയേണ്ടത്, ഇങ്ങനെ ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി കുറച്ച് നേതാക്കന്മാരുടെ ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പ്രതികരിച്ചാൽ മതി. കാരണം ഈ മനു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാം. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്നോവ വീട്ടിൽ വരാതിരിക്കാനായിരിക്കും തോന്നുന്നത് മനു അങ്ങനെ പറയാൻ തന്നെ കാരണം. എന്തു തന്നെയായാലും മനുഷ്യൻ ഒരിക്കൽ മരിക്കുമല്ലോ മനു. അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്ക് നിങ്ങളതായ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഓക്കെ, ഇത് പറയേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ലൈവിൽ വന്ന തന്നെ. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നാഴികക്ക് 40 വട്ടം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ വർഗീയത പറയുന്നത്? ഇത് വർഗീയതയിൽ പെടുത്തേണ്ട സുഹൃത്തുക്കളെ, ഇത് നമ്മളെ നാട്ടിൽ നടന്നൊരു കാര്യമാണ്. കാരണം ഇന്ന് പല ആൾക്കാരും പലതും പറയാൻ മടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാമാ ചാനലുകൾ ഭയങ്കര വീർപ്പിച്ചിട്ടായിരിക്കും പറയുക. പക്ഷെ പിന്നെ എന്തു തന്നെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ മുഖത്ത് നോക്കി പറയുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്തായാലും ഈ ഒരു കാര്യം എന്താണ്, ഇതിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലെ. പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം ഇപ്പം ഈ പറയുന്ന പോലെ മനു പെണ്ണുപിടിയനായിരിക്കും, അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞിട്ടുള്ള പീഡനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പാർട്ടി അന്വേഷിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനു ചെയ്ത തെറ്റെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഇത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അതിൽ കൂടുതലായിട്ട് പറയാനും ഞാൻ ആളുമല്ല. പക്ഷെ എന്നിരുന്നാലും
പിണറായി വിജയന്റെ അഴിമതികളും പിന്നെ സ്വർണ്ണ കൊട്ടേഷനും പിന്നെ ഈ കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനു തോമസ് എന്ന വ്യക്തി വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് അവനെ പുറത്താക്കിയത് എന്നും അറിയാം. എന്ത് തന്നെയായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, വർഷങ്ങൾക്ക് മുന്നേ, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫേക്ക് ഐഡി ഉപയോഗിച്ച്, ഫേക്ക് അല്ല, അർജുൻ ആയങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിട്ടുണ്ടായിരുന്നു. ആ ചങ്ങായി എനിക്കെതിരെ ഒരു വാട്സപ്പ് സന്ദേശം, അതായത് ഫുൾ നേതാക്കന്മാരും വിശ്വസിച്ചു, ഞാൻ പരാതി കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചങ്ങായിനെ കേസിൽ പെടുത്തി സ്വർണ്ണ കൊട്ടേഷൻ, അതായത് കള്ളക്കടത്ത്, ഇതൊക്കെ തലയൂരാൻ ഈ ചങ്ങായിക്ക് നേരമില്ല. അതാണ് പറയുന്നത്, സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെയാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതിന് ഒരു തെളിവ് മാത്രമാണത്. പക്ഷെ എന്തിരുന്നാലും ചങ്ങായി അവിടെ വന്നിട്ട് കൃത്യമായിട്ട് പിണറായി വിജയനെ അവര് അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ആളാണ്, അതായത് CPM എന്ന ഭയങ്കര ആവേശമാണ്, അങ്ങനെയുള്ള ആളെ കൊണ്ടാണ് നിങ്ങളെ പാർട്ടിക്കാർ തന്നെ ഈ അർജുനായെങ്കിലും ആകാശ് തില്ലങ്കേരിനും ഒക്കെ ഇവര് വേണ്ട, ഇവരെ പാർട്ടിയല്ല എന്ന് പറയുകയും ചെയ്യുന്നത് അല്ലെ, അവരെ പുറത്താക്കിയതാണ് എന്ന് പറയുന്നത്. പക്ഷെ അന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ അച്ഛനെ പോലെയാന്ന് ഞാൻ പിണറായി വിജയനെ പറ്റിയിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് അവന് ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടന്ന് കുറ്റസമ്മതമെല്ലാം നടത്തിയ ആളായിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും കുറച്ച് കഴിയുന്നതിന് ശേഷം പിന്നെ കേസും കാര്യങ്ങളുമായിട്ട്, ആ ഫസ്റ്റ് പാനൂരിലെ കേസായിരുന്നു, അതിനുശേഷം ചങ്ങായിക്ക് കേസിൽ നിന്ന് തലയൂരാൻ സമയം കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. അതാന്ന് പറഞ്ഞ, ഒരു പിള്ളേടിനെ പറ്റിയിട്ട് അനാവശ്യം പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുക, അപരവരിക്കും അമ്മയും ഉമ്മയും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായിരുന്നല്ലോ. നിങ്ങൾക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു രൂപത്തിൽ തിരിച്ചടിയായിട്ട് അതാണ് ദൈവം. അപ്പൊ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങളും നാളെ ചർച്ച ചെയ്യാം. ബൈ ബൈ.